പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അരൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. എന്തായാലും ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ നമ്മളൊപ്പം ചേരുന്നു. ഇവിടെ ഇങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? നമസ്കാരം. അരൂർ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മാത്രമാണ്. അപ്പോൾ തുടങ്ങി തന്നെ നമ്മൾ ഔപചാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇന്ന് UDFൻ്റെ യോഗം കൂടി മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കും. വൈകുന്നേരം റോഡ് ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 101% അരൂർ നിയോജക മണ്ഡലം തിരികെ പിടിക്കും. ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സർക്കാരിനെതിരെയുള്ള പ്രചാരണ ആയുധമാണ് പ്രധാനമായിട്ടും ഒരു പ്രചാരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലാതെ മണ്ഡലത്തിലേതാണ് മറ്റ് പ്രചാരണമായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റു കാര്യങ്ങൾ? അല്ല, പൊതുവായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ട് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ അരൂർ എന്ന് പറയുന്ന മേഖലയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട്. അവിടുത്തെ ഏറ്റവും നമ്മുടെ മുന്നിലുള്ള നാഷണൽ ഹൈവേ, അതിപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. 58 പേര് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പാലവുമായിട്ട് ഉയരപാതയുമായി ബന്ധപ്പെട്ട് അത്തരം ഒരുപാട് വിഷയങ്ങൾ അവിടുത്തതുണ്ട്. ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ. അവിടെ ഒരു എക്സ്പോർട്ടിംഗ് മേഖലയാണ്. ആ മേഖലയുടെ തകർച്ചയടക്കമുണ്ട്. അവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. നിരവധി വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളടക്കം നമ്മൾ അഡ്രസ്സ് ചെയ്യും. എല്ലാവിധ ആശംസകളും. എന്തായാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDF അരൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. ആലപ്പുഴയിൽ നിന്നും ആർ രാധാകൃഷ്ണനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.